പരിശുദ്ധമായ റമദാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ അടിമകൾക്ക് മാപ്പ് കൊടുക്കുന്ന മാസമാണ്. നമ്മൾ ചെയ്ത പാപങ്ങൾ, നമ്മളിൽ നിന്നും ഉണ്ടായിപ്പോയ തെറ്റുകൾ, അതിനെ അള്ളാഹുവിന് മുമ്പിൽ ഏറ്റു പറയാനും ആ പാപക്കറകളെ മായ്ക്കാനും ഏറ്റവും നല്ല അവസരമാണ് ഈ റമദാൻ മാസം എന്നുള്ളത്. അതുകൊണ്ട് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഈ റമദാൻ മാസം കഴിയുന്നതിന് മുമ്പായി അവരുടെ പാപങ്ങൾ മാപ്പാക്കിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായും അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ റമദാനിന് മുമ്പ് നിരന്തരമായി ചില പാപങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാകും. അതല്ല എങ്കിൽ ചില പാപങ്ങൾ നമ്മൾ ശീലമാക്കിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും ഈ റമദാനിൽ നാം പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതുണ്ട്. എങ്ങനെയാണ് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടത്? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? തൗബ ചെയ്യുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്നാമതായി, അള്ളാഹുവോട് പശ്ചാത്തപിക്കുമ്പോൾ ഖേദത്തോടു കൂടി ആയിരിക്കണം പശ്ചാത്തപിക്കേണ്ടത്. ചെയ്ത പാപത്തെ അള്ളാഹുവിന് മുമ്പിൽ പറയുമ്പോൾ ഖേദമില്ലാതെ പറയുകയാണെങ്കിൽ അവന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതല്ല. നേരെ മറിച്ച് എന്നിൽ നിന്നും പറ്റിപ്പോയല്ലോ എന്ന ഖേദത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ ഏറ്റു പറയേണ്ടത്. രണ്ടാമതായി, ഇനി ഒരിക്കലും ആ പാപം ചെയ്യുകയില്ല എന്ന ഉറപ്പോടുകൂടി ആയിരിക്കണം, എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടി ആയിരിക്കണം പശ്ചാത്തപിക്കേണ്ടത്. ഇപ്പോൾ പശ്ചാത്തപിക്കാം, പിന്നീട് ആ പാപം വീണ്ടും ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടി പശ്ചാത്തപിക്കുകയാണെങ്കിൽ ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതല്ല. റമദാനിന് വേണ്ടി മാത്രം ഒരു പശ്ചാത്താപം, റമദാൻ കഴിയുമ്പോൾ വീണ്ടും ജീവിതം പഴയതുപോലെ ആക്കുമെന്ന ചിന്തയോടുകൂടി പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് പശ്ചാത്തപിക്കുന്ന സന്ദർഭത്തിൽ ഇനി ഒരിക്കലും ഈ പാപം ഞാൻ ആവർത്തിക്കുകയില്ല എന്ന ഉറച്ച ഉദ്ദേശത്തോടുകൂടി ആയിരിക്കണം പശ്ചാത്തപിക്കേണ്ടത്. ഈ രീതിയിൽ പരിശുദ്ധ റമദാനിന്റെ രാത്രികളിൽ, പരിശുദ്ധ റമദാനിന്റെ സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ നമ്മുടെ ഓരോ പാപങ്ങളെയും എടുത്തു പറഞ്ഞ് ഖേദത്തോടുകൂടി ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന ഉറപ്പോടുകൂടി പശ്ചാത്തപിക്കുകയാണെങ്കിൽ തീർച്ചയായും റമദാൻ മാസത്തിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. റമദാന് ശേഷം പാപങ്ങളിൽ നിന്നും ശുദ്ധമായ നിലയിൽ പുതിയൊരു ജീവിതം ആരംഭിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നതാണ്.